മുസ്ലിം ഉമ്മത്ത് ദാനത്തിൻ്റെ ഉമ്മത്താണ്, ഔദാര്യത്തിൻ്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് പിശുക്കിൻ്റെ ആളുകളല്ല. ഈ ഉമ്മത്ത് സമ്പത്ത് വാരിക്കൂട്ടണമെന്ന ആർത്തിയുള്ള ആളുകളല്ല. പിന്നെയോ അത് അല്ലാഹുവിൻ്റെ വഴിക്ക് കൊടുക്കേണ്ടവരാണ്. വയുതൂന സകാത്ത് കൊടുക്കേണ്ടവരാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. പാവപ്പെട്ട ആളുകൾക്ക് മുസ്ലിമിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. വൽ മഹ്റൂം, സായിൽ ചോദിച്ചു വരുന്നവർക്കും, വൽ മഹ്റൂം ഇല്ലാത്ത പാവപ്പെട്ടവർക്കും ഒരു മനുഷ്യൻ്റെ സമ്പത്തിൽ അവകാശമുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ഉമ്മത്ത് ബഅ്ളുഹും മൗലിയാഉ ബഅ്ള്, നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് സഹായിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. മുഅ്മിനീങ്ങൾ ഈമാനിൻ്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കണം. അല്ലാത്ത വിഷയത്തിൽ സഹായിക്കാനൊക്കെ ഒരുപാട് യൂട്യൂബർമാരും വ്ളോഗർമാരൊക്കെ ഉണ്ട്. ഈമാൻ്റെ വിഷയത്തിൽ സഹായിക്കാൻ ആളുകളില്ല, കുറവാണ്. എന്നാലും നല്ല മക്കൾ നന്നായിട്ട് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ട്, ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ദീനിൻ്റെ ചിന്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളും ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു അതിൽ നന്മ ചെയ്യുന്നവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വയുതീഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ, ഉലൈക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരെ അവരെ അല്ലാഹു റഹ്മത്ത് ചെയ്യും, അവരെ അല്ലാഹു റഹ്മത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഈ ഉമ്മത്തിൻ്റെ സമ്പാദ്യം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം, നമ്മുടെ ഭക്ഷണം ഹലാലാകണം, ജോലി ഹലാലാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. പ്രവാചകന്മാരോട് എന്താണോ പറഞ്ഞത് അതാണ് മുസ്ലിം ബഹുജനങ്ങളോടും അല്ലാഹുവിന് പറയാനുള്ളത്. യാ അയ്യുഹർ റസൂൽ, പ്രവാചകന്മാരോട് മാത്രം അല്ലാഹുവിൻ്റെ ഒരു അഡ്രസ്സുണ്ട്. അത് മുഅ്മിനീങ്ങളോടും അത് തന്നെയാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു സംശുദ്ധിയുള്ളവനാണ്, ശുദ്ധമായതും പവിത്രമായതും മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാരോട് എന്താണോ നിഷ്കർഷിച്ചത് അതുതന്നെയാണ് മുഅ്മിനീങ്ങളോടും നിഷ്കർഷിച്ചിരിക്കുന്നത്. ദുആ ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനെ കുറിച്ച് പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്ര പോകുന്നൊരു മനുഷ്യൻ ഒരുപാട് യാത്ര ചെയ്ത് മുസാഫിറായി, കുളിക്കാൻ പറ്റിയില്ല, ഡ്രസ്സ് മാറാൻ പറ്റിയിട്ടില്ല, മുടി ചീകി വെക്കാൻ പറ്റിയില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, പൊടി പിടിച്ച് വിയർത്ത് നാറി വളരെ കാണുമ്പോൾ വേദന തോന്നുന്ന വിധം പൊടി പിടിച്ച് ജട പിടിച്ച് നഖങ്ങളൊക്കെ വളർന്ന് ഒരു ഫക്കീറാൻ, ഒരു മിസ്കീനാൻ, ഒരു ദർവേഷ് എന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ യഖൂലു ഐ റബ്ബ്, എൻ്റെ പടച്ചവനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനിങ്ങനെ ദുആ ചെയ്യുന്നത് കാണാം. വമത്അമുഹു ഹറാം, അദ്ദേഹത്തിന് ഹലാലായ പൊരുത്തത്തിലൂടെ നൽകപ്പെടാത്ത എത്രയോ സാധനങ്ങൾ എടുത്ത് കഴിക്കുന്ന ആളാണ്. മൽബസുഹു ഹറാം, ഉടുത്തു നടക്കുന്ന വസ്ത്രം അയാൾ വാങ്ങിച്ചതോ അയാൾക്ക് കിട്ടിയതോ അല്ല, എവിടെന്നോ ആരുടെയോ പൊരുത്തല്ലാതെ എടുത്തു കൊണ്ടുപോകുന്നതായിരിക്കാം. വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം, ചെറുപ്പം മുതലേ തിന്നുന്നത് മുഴുവനും ഹറാമിന്റെ ഭക്ഷണമാണ്. അന്നാ യുസ്തജാബു ലഹ്, ഈ മനുഷ്യൻ ഐ റബ്ബ്, എൻ്റെ പടച്ചോനെ എൻ്റെ പടച്ചോനെ എന്ന് പറഞ്ഞ് ഈ കോലത്തിലിരിക്കുമ്പോൾ അള്ളാഹ് ഉത്തരം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ആ മനുഷ്യൻ്റെ ശരീരം മുഴുവനും ഹറാമിലാണ് നിലകൊള്ളുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഹറാമിൽ കുളിച്ച് നിൽക്കുകയാണ് എന്നൊന്നുമല്ലേ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ മക്കൾ ചെയ്യുന്ന തൊഴിൽ, അവർ പഠിക്കുന്ന കോഴ്സുകൾ ഹലാലായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാനുള്ളതായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി അവരെ ഗൈഡ് ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഖൈർ ചെയ്യട്ടെ, അള്ളാഹുർക്ക് ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നന്മയുടെ വക്താക്കളായി നിലകൊള്ളാൻ അള്ളാഹു നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. പടച്ചവന് വേണമെങ്കിൽ എല്ലാവരെയും നന്നാക്കാൻ അള്ളാഹു കഴിയും. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ. എല്ലാ മനുഷ്യരെയും വിശ്വാസികളാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. ഏതുപോലെ ഒരു പരീക്ഷ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടികളെ മുഴുവൻ ജയിപ്പിക്കാൻ ടീച്ചർക്ക് പറ്റും. ഉത്തരം ഇങ്ങനെ മെല്ലെ മെല്ലെ സൈഡ് കൂടെ ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? അതല്ല ഇതാണ് ശരിയെന്ന് വെറുതെ ഇങ്ങനെ കയ്യെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ചീറ്റ് ചെയ്താൽ മതി. എക്സാം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ആ കുട്ടികളെ അധ്യാപകന് വഞ്ചനയിലൂടെ എല്ലാവരും ജയിപ്പിക്കാൻ പറ്റും. ഇതുപോലൊരു പരിപാടി അള്ളാഹ്ക്കും ഈ ലോകത്ത് ചെയ്യാമായിരുന്നു. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ട് ശരിയുത്തരവും നേരുത്തരവും ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്ന് പറയുന്ന പോലെ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. നമ്മളത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം. എന്നാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴേക്കും പിടിച്ചു വെക്കുക, ചെയ്യല്ലേ, ചെയ്യണോ വേണ്ടേ തീരുമാനിക്കാനുള്ള ബുദ്ധിയും കഴിവും നിനക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇത് പരീക്ഷണമാണ്. പക്ഷെ ഒരു എക്സാം അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്ന പോലെ പടച്ചതമ്പുരാന് വേണമെങ്കിൽ എല്ലാവരെയും അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാക്കാൻ പറ്റും. അള്ളാഹു ഇത് ചെയ്യൂല. നിങ്ങൾക്ക് ഇസ്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അഫഅൻത തുക്രിഹുന്നാസ് ഹത്താ യകൂനൂ മുഅ്മിനീൻ. അതുകൊണ്ട് നബിയേ, ആരെയും നിർബന്ധിക്കുന്ന പരിപാടി ദീനിലില്ല. ആരെയും ഇസ്ലാം നിർബന്ധിക്കൂല. ആരെയും നിർബന്ധിക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി, ഇല്ലേ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ എടുത്താൽ അതിൻ്റെ ഗുണവും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട കോൺസിക്വൻസുകളും അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നിങ്ങളുടെ ദീനീ ബോധത്തിനോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത പല ട്രെൻഡുകളും നിങ്ങൾക്ക് കാണേണ്ടി വരും. പല ട്രെൻഡുകളും ലോകത്ത് വരും. ഞാൻ പേടിക്കുന്ന വലിയൊരു ട്രെൻഡ് ടാറ്റു ട്രെൻഡാണ്. പച്ചകുത്തുന്ന ട്രെൻഡ്. നമ്മുടെ കുട്ടികളെ ദേഹത്തൊക്കെ അത് കാണാൻ തുടങ്ങുമോ എന്ന് വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഇപ്പോൾ വളകളും ചരടും അതൊക്കെ ആയി തുടങ്ങി. മന്ത്രിച്ചൂരി കെട്ടിയെന്നല്ലേ ഈ പറയണത്. വെറുതെ മോഡലിന് എന്തൊക്കെയോ വാരിക്കോരിക്കെട്ട പല ചെയിനുകൾ കഴുത്തിൽ, കൈകളിൽ വളകൾ, കാതുകുത്തുന്നത്, മൂക്കുകുത്തുന്നത്, പെൺകുട്ടികളെ പോലെ കാലിൽ പാദസരട്ട് നടക്കുക, കാലിൽ വിരലുമ കൊണ്ടിട്ട് മോതിരിടുക. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടികളുടെ കളികളൊക്കെ ആൺകുട്ടികൾ കളിക്കാൻ തുടങ്ങുക. ആൺകുട്ടികളുടെ ചില കളികളൊക്കെ പെൺകുട്ടികളും. ഇങ്ങനെയൊക്കെയുള്ള ചില സംസ്കാര ശൂന്യത എന്ന് പുണ്യനിബിധങ്ങൾ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടു തുടങ്ങി അല്ലേ? അല്ലാഹു ഈ സമൂഹത്തിന് ബോധം നൽകട്ടെ. ഇത്തരം ട്രെൻഡുകൾ ആരാണോ തുടങ്ങി വെക്കുന്നത് അവരെ കോപ്പിയടിച്ച് പിന്നിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും കുറ്റം ഈ തുടങ്ങി വെച്ച ആളുകൾക്കുണ്ടാവും. ആണ് പെണ്ണാകുന്ന പരിപാടിയും ആണും കല്യാണം കഴിക്കുന്നതും പെണ്ണും കല്യാണം കഴിക്കുന്നതും ഇതൊക്കെ ഒരു അച്ചടക്കമുള്ളൊരു സമൂഹത്തിൽ ആരതിനെ ബ്രേക്ക് ചെയ്തുവോ, ആരാണോ ഈ നോംസിനെ ബ്രേക്ക് ചെയ്തത്, അത് പുരോഗമനവാദം. ചെറുപ്രായല്ലേ, മക്കൾക്ക് വലിയ ബോധമൊന്നുണ്ടെന്ന ബോധവും വിവരവുമുള്ള പണ്ഡിതരോ ജ്ഞാനമുള്ള ആളുകളോ പറഞ്ഞു ഒന്ന് റെസ്പെക്റ്റെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൗഫീഖ് അല്ലാഹു കൊടുത്തതിന്. അറഗൻസാണ്. അവരൊക്കെ ആരാ പറയാൻ? അവരൊക്കെ വാദത്തിനെതിരാണ്. അവർക്ക് ലോകം തിരിയില്ല. അവർ അപ്ഡേറ്റഡ് അല്ല. ഓക്കെ, ആരൊക്കെ ഈ പരിപാടി തുടങ്ങി വെക്കുന്നുണ്ടോ അവരെ പിൻപറ്റി ആരൊക്കെ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് വരുമോ, ഈ തുടങ്ങി വെച്ചവർക്ക് മുഴുവൻ ആളുകളുടെയും കുറ്റത്തിൻ്റെ സമാനമായ കുറ്റം ഇവരുടെ ചുമലിൽ ചാർത്തപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ ഉമ്മത്തിൽ ഹബീബിൻ്റെ ഉമ്മത്താണിത്. ആ ഉമ്മത്തിൻ്റെ സുശക്തമായ, സുഭദ്രമായ, മനോഹരമായ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ആ മതിലിൽ ആദ്യത്തെ വിള്ളലുകൾ ഉണ്ടാക്കിയവരാരോ അവർക്ക് അവരുടെ പിറകെ വരുന്ന ആളുകളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഹാബീൽ എന്ന് പറയുന്ന ആദം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ട് മക്കളിൽ, ആദ്യത്തെ രണ്ട് മക്കളിൽ ഏബൽ ആൻഡ് കെയ്ൻ, ഹാബീലും ഖാബീലും
ഈ ഖൈൻ എന്ന് പറയുന്ന ആളാണ് ഖാബീൽ. ഖാബീലാണ് ആദ്യത്തെ കൊലപാതകം ചെയ്തത്. ലോകത്ത് നടക്കുന്ന എല്ലാ മർഡറുകളുടെയും കൊലപാതകങ്ങളുടെയും പാപങ്ങളുടെ ഒരംശം എന്നല്ല, ആ പാപങ്ങളുടെ അതേ കുറ്റം താൻ ചെയ്ത കൊലപാതകത്തിൻ്റെ കൂടെ ലോകത്ത് നടന്ന കൊലപാതകങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ പാപഭാരം ഖാബീൽ ഖൈൻ എന്ന് പറയുന്ന മകൻ ഏറ്റെടുക്കേണ്ടി വരും. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, ഹി ഈസ് ദ ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് ഇറ്റ്. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ വക്താക്കളായിട്ട് നിലകൊള്ളുക. അതാ പ്രവാചകൻ പറഞ്ഞെന്നറിയോ, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. കുലൂ മിനത്വയ്യിബാത്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമേ. നല്ല ഭക്ഷണം, ത്വയ്യിബാത്ത്. ഹലാലിൽ നിന്നും ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തതാണ് ത്വയ്യിബാത്ത്. ഇപ്പോൾ ജങ്ക് ഫുഡ് ഹലാലല്ലേ എന്ന് ചോദിച്ചാൽ ഹലാലാണ്. ത്വയ്യിബാണോ? ത്വയ്യിബല്ല. നമുക്ക് ഹെൽത്തി ആണോ? അത് ഹെൽപ്ഫുൾ ആണോ? അല്ല. ആണോ? കുറേ എണ്ണയിൽ പൊരിച്ചെടുത്തതും പാതിരാക്കൊക്കെ പോയിട്ട് 2 മണി 3 മണിക്ക് പോയിട്ട് പൊറോട്ടയും ബീഫ് അടിച്ച് പോരുക. അപ്പോൾ ഹലാലാണോ? ഹലാലാണ്. ത്വയ്യിബാണോ? ആ നേരത്തത് ത്വയ്യിബല്ല. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. അവിടെ പോയിട്ട് ഹെവി ആയിട്ട് ഫുഡ് അടിച്ച് പോരുക. ഇതൊക്കെ കഴിച്ചിട്ട് മേലെ ഒരു കപ്പ് നിറയെ ഐസ്ക്രീമും കഴിക്കുക. പടച്ചോനെ, എത്ര കലോറിയാണ് നമ്മൾ അകത്താക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഭക്ഷണം അനിയന്ത്രിതമായി ആഹരിക്കുന്നുണ്ട്. ത്വയ്യിബല്ലാത്തത്. ഇപ്പം നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഈ കോള, പെപ്സി എന്നൊക്കെ പറയില്ലേ, ഹലാലാണോ? ഹലാലാണ്. ത്വയ്യിബാണോ? ഡോക്ടർമാർ പറയുന്ന അവരുടെ റിവ്യൂകളൊക്കെ നോക്കണം. ഇത് നല്ലതാണോ? അല്ലേ? നല്ലതല്ലേ? ത്വയ്യിബല്ല. അത് ഹലാലാണ്, കുറ്റൊന്നും കിട്ടൂല. പക്ഷെ അള്ളാഹുവിനിഷ്ടം നിങ്ങൾ ത്വയ്യിബ് കഴിക്കുന്നതാണ്. നിങ്ങളുടെ തടിക്ക് കേടുവരാത്ത ഭക്ഷണം കഴിക്കുക. കൊളോണിയൽ രാജ്യങ്ങളുടെ കുത്തക പ്രൊഡക്റ്റുകൾ കഴിക്കൽ അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ഒരു കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ? കുറേ ഒരു ഹെൽത്തി കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. വരണം, ത്വയ്യിബ് കഴിക്കണം. ഹലാല് മാത്രം പോരാ, മനുഷ്യൻ ത്വയ്യിബിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഹെൽത്തി ആയിരിക്കണം, ഹാംഫുൾ ആവരുത്. ശരീരത്തിൽ നമ്മുടെ ഹാർട്ട് അടിച്ചു പോകുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ പാൻക്രിയാസിനെ തകർക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ നല്ല നിലക്കുള്ള സംവിധാനങ്ങളെ തകർത്ത് കളയുന്നത്. ചെറിയ കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഡയബറ്റിക്കായി പോവാണ്. എന്തേ? ഇപ്പോഴത്തെ ചോക്ലേറ്റുകളുടെ ഷുഗറി കണ്ടൻറ്റുകൾ. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിന്നപ്പോൾ കൊട്ടയിലൊക്കെ കുറേ തോണിയിലും കൊട്ടയിലും ലോറിയിലൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടി എന്ന് തോന്നുന്നല്ലേ. ഏതോ ചോക്ലേറ്റ് കച്ചവടക്കാരനെ ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ്. ഇവിടെ നാട്ടിലാരും വാങ്ങാത്തിരുന്നപ്പോൾ അതങ്ങ് ട്രെൻഡായി മാറി. ആരാ ഇതൊക്കെ കഴിക്കണത്? ഒരു ചോക്ലേറ്റ് പീസ് ഒരു ദിവസം കഴിച്ചാൽ പിന്നെ 2 ദിവസത്തിന് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന്. അത്രയ്ക്ക് ഷുഗർ കണ്ടൻറ്റുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വെറുതെ കൊണ്ടുപോയി മനുഷ്യൻ നശിപ്പിക്കുകയോ വേസ്റ്റാക്കുകയോ ചെയ്യുന്ന ഈ ചെറിയ മക്കൾ ഇങ്ങനത്തെ എടുത്ത് തിന്നും. ചെറിയ മക്കൾ ഡയബറ്റിക്കുകളാകാണ്. ചെറിയ മക്കൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന മക്കളുണ്ട്. എന്തേ? നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പോലെ മിഠായികളല്ല ഇപ്പോഴത്തേത്. ഹൈലി ഷുഗർ കണ്ടൻ്റാണ് അതിൽ, വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ത്വയ്യിബേ മക്കൾക്ക് കൊടുക്കാവോ? മക്കളിപ്പോൾ ചോദിച്ചെന്ന് വരും. ചില ചിപ്സുകൾ അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും, മക്കൾ അഡിക്റ്റായി പോകും. പക്ഷേ അത് ത്വയ്യിബല്ല, ഹാംഫുള്ളാണ്. അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിന് ടേസ്റ്റിന് ഉപയോഗിക്കുന്ന അതിൻ്റെ മറ്റ് പ്രിസർവേറ്റീവുകൾ, ഇതൊക്കെ ശരീരത്തിന് ഹാംഫുള്ളായിരിക്കും. ഹാംഫുള്ളാണോ? അത് ത്വയ്യിബല്ല. ഹലാലാണ്. ത്വയ്യിബാണോ? അല്ല. സുബ്ഹാനല്ലാഹ്. മുർസലീങ്ങളോട് പറഞ്ഞതാണത്. പ്രവാചകന്മാർ, നിങ്ങളെ ത്വയ്യിബേ തിന്നാവൂ. കുലൂ മിനത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. എന്നാലേ നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആരോഗ്യമുണ്ടാവുകയുള്ളൂ, സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ത്വയ്യിബാത്ത് ഭക്ഷിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭക്ഷണ രീതികളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം.